എൻ്റെ പേര് അതുൽ. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അച്ചു എന്നാണ്. അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ ഒരാളായിരുന്നു ഞാൻ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബിസിനസ് ആയതുകൊണ്ട് ധാരാളം പൈസ ഞങ്ങൾക്ക് അതിൽ കൂടെ ലഭിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ സഹോദരങ്ങളും നല്ല പൈസയുള്ള കൂട്ടരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നേ വരെ പൈസയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ പ്രായം 25 വയസ്സാണ്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരൻ ഞാനും തമ്മിൽ വളരെ പ്രായവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 5-6 വയസ്സ് വ്യത്യാസം. അതുകൊണ്ട് നല്ല കമ്പനിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കൂട്ടുകൂടുകയും സിനിമയ്ക്ക് പോവുകയും ഒക്കെ ചെയ്യാൻ പതിവായിരുന്നു. അങ്ങനെ പുള്ളിക്ക് പെണ്ണ് കാണാനായി ഞങ്ങളെല്ലാവരും കുറേ നടന്നു. പുള്ളിക്ക് കല്യാണം നടക്കാത്തതിൽ അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. അതുകൊണ്ട് ലീവിന് വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിന് കല്യാണം ആലോചിക്കാനായിട്ട് കുറേ നടന്നു. അങ്ങനെ തൃശ്ശൂർ നിന്ന് ഒരു കല്യാണാലോചന വന്നു. ഏകദേശം ഒരു 20 വയസ്സുള്ള ഒരു സുന്ദരി. കണ്ടാലൊരു സിനിമാ നടിയെ പോലെ ഉണ്ടായിരിക്കും. അത്യാവശ്യം വണ്ണവും നീളവുമുള്ള ഒരു സുന്ദരിക്കുട്ടിയായിരുന്നു ആ പെണ്ണ്. പിന്നെ നല്ല ഷേപ്പും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയായിരുന്നു പുള്ളിക്കാരിക്കും ഞങ്ങളുടെ കുടുംബത്തിലെ പോലെ തന്നെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുമുണ്ട്. പിന്നെ അത്യാവശ്യം മോഡേണുമാണ്. അങ്ങനെ ആ കല്യാണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഉറച്ചു. ലീവ് തീരാറാവുന്ന സമയമായതുകൊണ്ട് പെട്ടെന്ന് കല്യാണവും നടത്തി. അതേ ദിവസം അന്ന് രാത്രിയിൽ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയ സമയത്ത് അടക്കിയ ചിരിയും മൂളലും മറ്റുമെല്ലാം ഞാൻ കേട്ടു. എനിക്ക് കാര്യം മനസ്സിലായി. ഞാനങ്ങനെ റൂമിൽ പോയി അന്നത്തെ കാര്യങ്ങളെയൊക്കെ പറ്റിയെല്ലാം ആലോചിച്ചു കൊണ്ടിരുന്നു. അവിടെ നടക്കുന്ന ഓരോ രംഗങ്ങളും എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരുന്നു. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഓർത്തുകൊണ്ടിരുന്നു. ലീവ് കുറവായതുകൊണ്ട് പുള്ളിക്കാരൻ പിറ്റേന്ന് തന്നെ ഹണിമൂണിന് പോയി. അങ്ങനെ അവർ ഹണിമൂണും ട്രിപ്പും ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തി. അവർക്ക് താമസിക്കാനായി സ്ത്രീധനമായിട്ടൊരു വീടാണ് കൊടുത്തത്. പക്ഷേ കുറച്ച് നാൾ ഇവിടെ നിൽക്കാമെന്ന് കരുതി ഞങ്ങളുടെ കൂടെയാണ് പുള്ളിക്കാരൻ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ ഗൾഫിലേക്ക് മടങ്ങുമ്പോൾ പുള്ളിക്കാരിയും കൊണ്ടുപോകാമെന്നായിരുന്നു ഉണ്ടായിരുന്ന പ്ലാൻ. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ മൂലം അവർക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ ബോസ് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ അവിടെ എത്തണമെന്ന് പറഞ്ഞു. എമർജൻസി ആയിട്ട് പോവുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് പിന്നീട് 3 മാസത്തിനുള്ളിൽ കൊണ്ടുപോകാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. പക്ഷേ അത് ഈ പുള്ളിക്കാരിക്ക് വളരെ വിഷമമുണ്ടാക്കി. കാര്യം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വല്ലാത്ത വിഷമമായിരുന്നു പുള്ളിക്കാരിക്ക്. അങ്ങനെ ഞങ്ങളുടെ കൂടെ പുള്ളിക്കാരി താമസം തുടർന്നുകൊണ്ടിരുന്നു. പോകുന്നവരെ അവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ആ വീട്ടിലേക്ക് പോയാൽ അവിടെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ താമസിക്കേണ്ടത്. അതിനേക്കാളും സേഫ് ഇവിടെയാണല്ലോ എന്ന് എല്ലാവരും പറഞ്ഞത് പ്രകാരം ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു താമസം. ഡെയിലി ഫോൺ വിളിക്കുമ്പോൾ നിന്നെ ഞാൻ ഉടനെ കൊണ്ടുവന്നോളാം എന്ന് എന്തെങ്കിലും രീതിയിൽ വിസ ഒപ്പിക്കാമെന്നും പുള്ളി വാക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അത് വിശ്വസിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരി. ഞാൻ വളരെ ഫ്രീ ആയിട്ട് പെരുമാറുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അമ്മായിയോടും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. അവരും തിരിച്ചും നല്ല സ്നേഹത്തോടെയും തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ എന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ് അമ്മായിക്ക്. അതുകൊണ്ട് അവർ നല്ല കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രായത്തിനേക്കാൾ എന്നേക്കാൾ ഇളയതാണെങ്കിലും ബന്ധം വെച്ച് നോക്കുമ്പോൾ അമ്മായിയാണല്ലോ. ഇടയ്ക്ക് അമ്മായിയുടെ കുടുംബക്കാരും അവിടെ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. എല്ലാവർക്കും എന്നെപ്പറ്റിയുള്ള അഭിപ്രായം വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ എന്നായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ അല്പം കുസൃതികളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ വളരെ നല്ല മാന്യനായും നല്ല ഉത്തരവാദിത്തമുള്ളൊരു ചെറുക്കനായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുതൽ ഫ്രീ ആയി പെരുമാറാൻ തുടങ്ങി. കാരണം
ഒരു വീട്ടിലെ ആവശ്യങ്ങൾ പലതുണ്ടല്ലോ. ഇടയ്ക്ക് പുറത്ത് പോകണം, ഷോപ്പിങ്ങിന് പോകണം, പിന്നെ അവിടുത്തെ പല പല കാര്യങ്ങളും ആവശ്യങ്ങളും അമ്മായിയുടെ ആവശ്യങ്ങളും എല്ലാം നിറവേറ്റാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പുറത്ത് ഷോപ്പിങ്ങും സാധനം വാങ്ങുകയും കുടുംബത്തേക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യുന്നതും പിന്നെ പലതരം കല്യാണം, ഉത്സവം ഇതിനൊക്കെ പോകാനായിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പതിയെ പതിയെ കൂടുതൽ ഫ്രാങ്കായി സംസാരിക്കുവാനും പെരുമാറുവാനും തുടങ്ങി. അങ്ങനെ ഒരുവിധ എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളും പറയാൻ തുടങ്ങി. അങ്ങനെ കോളേജ് ലൈഫിൽ ഉണ്ടായ പല തമാശകളെ പറ്റി പറഞ്ഞ് ഞങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോകാൻ റെഡിയായി. പിന്നെ അന്ന് ആ കാലത്തുണ്ടായിരുന്ന നല്ല മോഡേൺ ഡ്രസ്സുകളായിരുന്നു പുള്ളിക്കാരിക്ക് ഇഷ്ടം. അത്തരത്തിലുള്ള ഡ്രസ്സിട്ട് ഞങ്ങൾ പോകുമ്പോൾ അമ്മായിയും മോനും പോകുന്നു എന്ന് തോന്നുകയേയില്ല. പ്രധാന കാരണം പ്രായം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ എന്ത് പറയാനെന്ന് പറ, കാറിലായിരുന്നു പോകാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ എങ്ങനെയോ ആ കാറ് അന്ന് കേടായിരുന്നു. അതിനാൽ ഞങ്ങൾ ബൈക്ക് എടുത്താണ് പോയത്. ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു ബൈക്കിൽ പോകുന്നത്. ഞാൻ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, കുറേ നാളായി ഞാൻ ബൈക്ക് ഓടിച്ചിട്ട്, അതുകൊണ്ട് നന്നായി പിടിച്ചിരുന്നോളാൻ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ റോഡിൽ വീണാലുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. റോഡിലാണെങ്കിൽ ആ സമയത്ത് നല്ല തിരക്കുള്ള സമയമായിരുന്നു. തിരിച്ച് എപ്പോൾ വരണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ വൈകിട്ട് 6 മണിയാകുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഓക്കെ പറഞ്ഞു. ഞങ്ങൾ പോയി. അമ്മായി ആണെങ്കിലും ഞാൻ ചേച്ചിയെന്നായിരുന്നു വിളിച്ചിരുന്നത്. നീ എന്തായാലും സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചോളൂ, കാരണം എനിക്ക് വീഴുമെന്നുള്ള പേടിയൊന്നുമില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ബൈക്കിൽ കയറിയിട്ടുണ്ട്. ഇതിലും നല്ല ഹൈ സ്പീഡിൽ പോയിട്ടുമുണ്ട്. അതുകൊണ്ട് നീ സ്പീഡിനെ പറ്റി ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ വീഴത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ധൈര്യമായി ആക്സിയിൽ ഒന്നും കൂടെ കൊടുത്തു. അങ്ങനെ വണ്ടി പെട്ടെന്ന് കുതിച്ച് ചാടിപ്പോയി. പുള്ളിക്കാരി പെട്ടെന്ന് ആ സ്പീഡ് കാരണം ഫ്രണ്ടിലേക്ക് ആഞ്ഞ് മുമ്പിലേക്ക് വീണു. പക്ഷേ ഞാൻ പിടിച്ചതുകൊണ്ട് ഒന്നും പറ്റിയില്ല. പക്ഷേ ചെറിയ നല്ല മഴ പെയ്യാൻ തുടങ്ങിയതും ഇരുട്ട് വ്യാപിച്ചതും മൂലം നല്ല തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഞാനും അവരും. പെട്ടെന്ന് നന്നായി പിടിച്ചുകൊണ്ടിരുന്നോളാൻ ഞാൻ നല്ലപോലെ പറഞ്ഞു കൊടുത്തു. പക്ഷേ മഴയായതുകൊണ്ട് കൈ നന്നായി വിറയ്ക്കുന്നതുകൊണ്ട് കൈ വിട്ടുപോയി റോഡിലെങ്ങാനും വീണുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. കാര്യം അമ്മാവനോട് ഞാൻ സമാധാനം പറയണ്ടേ. പക്ഷേ മഴയുടെ ശക്തി വീണ്ടും വീണ്ടും കൂടിക്കൂടി വന്നു. അങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഞാനൊരു ഷെഡിനടുത്ത് നിർത്തി. കൂരാ ഇരുട്ട്. ഫോണിലാണെങ്കിൽ നല്ല ചാർജും ഇല്ലാത്തതിനാൽ വെട്ടമടിച്ച് നിൽക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. ഫുൾ ആകെ നനഞ്ഞു കുതിർന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. ഷെഡിനുള്ളിൽ നിന്ന സമയത്ത് മുഴുവൻ ഞങ്ങൾ പരസ്പരം സംസാരിച്ചതുകൊണ്ട് സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ നന്നായി കിടുകിടാന്ന് വിറയ്ക്കുന്നത് കൊണ്ട് പറയുന്ന പല കാര്യങ്ങളും പരസ്പരം മനസ്സിലായിട്ട് പോലുമില്ലായിരുന്നു. അത്രയ്ക്ക് തണുപ്പായിരുന്നു അവിടെ. പിന്നെ പോരാത്തതിന് ഇരുട്ടും. ഈ ഇരുട്ടിൽ ആരെയും കൊന്നിട്ടാൽ പോലും ആരും അറിയില്ല. അത്രയ്ക്കും വിജനമായൊരു പ്രദേശമായിരുന്നു അത്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ ഭാഗ്യമെന്ന് പറയട്ടെ, അപ്പോൾ തന്നെ മഴ തോന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഉടനെ തന്നെ ബാത്റൂമിൽ പോയി കുളിച്ച് റെഡിയായി. അപ്പോഴേക്കും അമ്മായി നല്ല ചൂട് കാപ്പിയുമായി വന്നു. പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് എനിക്ക് കാപ്പി കൊണ്ട് തന്നു. അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ TV കാണാനിരുന്നു. ഏതോ ഒരു നല്ല റൊമാൻറ്റിക് മൂവിയായിരുന്നു. അങ്ങനെ ആ സിനിമ മുഴുവൻ കണ്ട് തീർത്ത് കഴിഞ്ഞിട്ട് ആ സമയമായപ്പോഴേക്കും രാത്രിയായി. അപ്പോഴേക്കും അമ്മാവൻ വിളിച്ചു. പുള്ളിക്കാരി ഫോൺ എടുക്കാനായി മുറിയിലേക്ക് പോയി. ഞാൻ പെട്ടെന്ന് ചാനൽ മാറ്റി നോക്കി. ഞാൻ നോക്കിയപ്പോൾ വേറെ VCPയിൽ ഒന്ന് കണക്റ്റായി ഒരു കുഞ്ഞു സിനിമയുടെ കാസറ്റ് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഓ, ഈ സിനിമ കാണുമായിരുന്നല്ലേ, എന്നിട്ട് പിന്നെ എന്തിനാണ് വേറെ ഒരു കോമഡി പടം വെച്ച് കണ്ടുകൊണ്ടിരുന്നത് എന്ന് ഞാൻ മനസ്സിലോർത്തു. അങ്ങനെ പുള്ളിക്കാരി വന്നപ്പോഴേക്കും ഞാൻ ചോദിച്ചു, എന്തിനാണ് ചാനൽ മാറ്റിയത്? എനിക്ക് ഇഷ്ടമുള്ള സിനിമയായിരുന്നു. നമ്മൾക്ക് രണ്ടുപേർക്കും കൂടെ ഈ സിനിമ കാണാം. ഇത് ഇപ്പോൾ റിലീസായ പുതിയതാണ്. എൻ്റെ ഫോണിൽ കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കണ്ടില്ല.
എന്നായാലും നമുക്കിന്ന് കാണാം. ഞാൻ കരുതി നിനക്ക് ഇഷ്ടമുള്ള സിനിമയായിരിക്കില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത് എന്ന് പറഞ്ഞ് ചിരിച്ചു. ആര് പറഞ്ഞു അങ്ങനെ? എനിക്ക് ഈ സിനിമ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് സൗണ്ട് കൂട്ടി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരസ്പരം നല്ല ഓപ്പണായി സംസാരിച്ചു. സിനിമയിലെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോഴേക്കും വീട്ടിലേക്ക് ആരോ വന്നു. അപ്പോൾ ഞങ്ങൾ ടി വി ഓഫാക്കി വന്ന വിരുന്നുകാരോട് സംസാരിച്ചു. അപ്പോഴേക്കും രാത്രിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ കാപ്പി കൊണ്ടുവന്നു. ഞാൻ കുടിച്ചു. ഒരു ചിരിയും കൂടെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ പുറത്തു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാർക്കിൽ പോയി. പുള്ളിക്കാരിക്ക് വെള്ളത്തിലിറങ്ങാൻ നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് ആ പേടി മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു വാട്ടർ പാർക്കിലാണ് പോയത്. അങ്ങനെ അവിടെ ഒരു പൂളിലേക്ക് ഞങ്ങൾ രണ്ടുപേരും സ്പ്ലാഷ് ചെയ്ത് വന്നപ്പോൾ ശരിക്കും ആ പേടി മാറിയതുപോലെ ആയി എന്ന് പുള്ളിക്കാരി തന്നെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെയും ആ വാട്ടർ തീം പാർക്കിലെ 2 പേര് ഒരുമിച്ച് കയറുന്ന എല്ലാ റൈഡിലും കയറി. കാര്യം ഒറ്റയ്ക്ക് പോകാൻ അമ്മായിക്ക് നല്ല പേടിയായതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെയായിരുന്നു എല്ലാ റൈഡിലും കയറിയത്. അങ്ങനെ എല്ലാ റൈഡിലും കയറി നന്നായി അന്നത്തെ ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു. അതിനുശേഷം ഒരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ സിനിമകൾ നോക്കിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ആരും കാണാനില്ലാത്തൊരു സിനിമയായിരുന്നു. അങ്ങനെ അവിടെ പോയിരുന്ന് നന്നായി സിനിമ കണ്ടു. അവിടെയാണെങ്കിൽ കിടന്ന സിനിമ കാണുന്ന സീറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ആ തിയേറ്ററിലാണെങ്കിൽ ഈ സിനിമ കൊള്ളാത്തത് കൊണ്ടാണോ ആർക്കും വലിയ പബ്ലിസിറ്റി ഇല്ലാത്ത സിനിമയാണോ എന്നറിയില്ല, ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്ന് സിനിമ ഫുള്ളായി കണ്ടു. വലിയ രസമൊന്നുമില്ലെങ്കിലും നല്ല സീനുകളുള്ള സിനിമയായിരുന്നു അത്. അങ്ങനെ വീട്ടിൽ പോയി ഞങ്ങൾ 2 പേരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡോർ ലോക്ക് ചെയ്യാൻ മറന്നു എന്ന് തോന്നുന്നു. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ അമ്മായി ചായ ഗ്ലാസുമായി എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് നിൽക്കുന്നതായിരുന്നു. ഞാൻ ആകെ ഞെട്ടിപ്പോയി. സ്വപ്നമാണോ ഇത്? ഞാൻ ഡോറ് ലോക്ക് ചെയ്യാതെയാണോ കിടന്നത് എന്നോർത്ത് ഞാൻ ആകെ പരിഭ്രാന്തനായി. വാ, എഴുന്നേക്ക്, വന്ന് ചായ കുടിക്കുക, ദാ ചായ ഇവിടെ വെച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞ് പുള്ളിക്കാരി പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സ്വപ്നമല്ല, ഇത് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന്. അങ്ങനെ അമ്മാവൻ അന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മായിയോട് ചോദിച്ചു, ഞാൻ വിസയൊക്കെ ശരിയാക്കി, നീ അടുത്ത മാസം വരുന്നോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരി എന്നോട് വന്ന് പറഞ്ഞു അടുത്ത മാസത്തേക്ക് പോകണമെന്ന്. പക്ഷേ എനിക്ക് പോകാൻ ഇഷ്ടമില്ല. ഒരു വർഷം ഞാനിവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ. നീ എന്ത് പറയുന്നു എന്ന് എന്നോട് ചോദിച്ചു. എനിക്കും അതായിരുന്നു താല്പര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, 1 വർഷം എന്തായാലും ഇവിടെ ഉണ്ടാവുക, അതിനുശേഷം പോയാൽ മതി. പുള്ളി സമ്മതിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ സമ്മതിപ്പിച്ചു കൊള്ളാം, നീ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സമ്മതിപ്പിച്ച് 1 വർഷം എൻ്റെ കൂടെ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി. 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്കാരി ഗൾഫിലേക്ക് മടങ്ങിയത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഒറ്റയ്ക്ക് നാട്ടിലേക്ക്. വരുമ്പോഴെല്ലാം പുള്ളിക്കാരുടെ വീടിനേക്കാളും ഞങ്ങളുടെ വീട്ടിലായിരുന്നു വന്ന് താമസിക്കാറ്. വല്ലാത്തൊരടുപ്പവും സ്നേഹവും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. വരുന്ന സമയമെല്ലാം നല്ല കപ്പളങ്ങയായും തേനും പാലും അണ്ടിപ്പരിപ്പും എല്ലാം എനിക്ക് തന്നിട്ടാണ് പുള്ളിക്കാരി പോകാറ്. ഗൾഫിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇതൊക്കെ നല്ല സുലഭമായി പുള്ളിക്കാരിയുടെ കയ്യിൽ നല്ലതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് തന്നിട്ടാണ് പുള്ളിക്കാരി പോകുന്നത്. പലപ്പോഴും ഇത്തരം സാധനങ്ങൾ തരാൻ വേണ്ടി മാത്രം പുള്ളിക്കാരി ലീവ് എടുത്ത് പോലും വരാറുണ്ട്. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഞങ്ങളുടെ വീടുമായി പുള്ളിക്കാരിക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഞാനുമായി.